നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളവുകൾ ഉണ്ടാകാം. അപ്പൊ ഈ വളവുകളിൽ പലർക്കും കൺട്രോൾ കിട്ടുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പ്രത്യേകിച്ച് ക്ലച്ച് ഉള്ള ഒരു വാഹനത്തിന് കൺട്രോൾ കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു വളവുകളിലൂടെ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത്? നമ്മുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് കൺട്രോളിൽ നിന്നുകൊണ്ടൊരു വാഹനം സ്മൂത്തായിട്ടൊരു വളവ് ഇതിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു. കാരണം നമുക്കൊരു ഷെയറിങ്ങേ ആണെന്നുള്ളൂ. കാരണം ഇതുപോലെ പേടിച്ച്, കാരണം വളവുകളാണ്, വീടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തെ വളവുകളാണ്, ചെറിയ വഴികളാണ്. ഇപ്പൊ ഇങ്ങനെയുള്ളിടത്ത് കൺട്രോൾ കിട്ടാത്ത കാരണത്താൽ പലരും വാഹനം എടുക്കാതെ പേടിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഷെയറിംഗ് ആകുന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പേടിയാണ്. 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസ് എടുത്തു. ആ സമയത്ത് 1-2 പേരുടെ ഇതുപോലെ പ്രാക്ടീസിന് പോയി, പക്ഷെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്. ഈ ഒരു പ്രായത്തിൽ നിന്നെ കൊണ്ട് പറ്റില്ല, കാരണം അന്ന് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, പിന്നെ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. പിന്നെ ഈ ഒരു പ്രായത്തിൽ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിച്ചിരുന്നവരുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ സ്ട്രെയിറ്റ് റോഡ് അല്ലായിരിക്കും എപ്പോഴും ഉണ്ടാകുക. വളവുകൾ ഉണ്ടാകാം. കാരണം ചില വളവുകളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ ചില വളവുകൾ വരുന്ന സമയത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം നമുക്ക് അന്നേരം മനസ്സിലാക്കാം. എന്തായിരിക്കാം? വളവുകൾ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പൊ ഈ വളവുകൾ കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടായിരിക്കും അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്? കാരണം നമ്മളൊരു സ്ട്രെയിറ്റ് ആയ റോഡുകളിൽ പോകുന്ന സമയത്ത് ഒരു 30 മൈൽ സ്പീഡിൽ പോകുന്നു. അപ്പൊ ഈ 30 മൈൽ സ്പീഡിൽ പോകാനുള്ള കാരണം എന്താ? നമുക്ക് അതിനുള്ള കൺട്രോൾ ഉണ്ട്. കാരണം ഇത് തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമുക്കിപ്പോ 30 പോകാനുള്ള കാരണം എന്താ? നമുക്ക് അതിനുള്ള കൺട്രോളേ ഉള്ളൂ. അതുകൊണ്ട് കാരണം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് 35 എടുക്കുന്ന സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമുക്കൊരു വളവ് വരുമ്പോൾ നമ്മളിപ്പോ ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി, പലരും ഇതാ ശ്രദ്ധിക്കുന്നത്. ആക്സിലേറ്ററിൽ ചിലർ കാല് മാറ്റി വെക്കും, ചിലർ ഈ ആക്സിലേറ്റർ മേളിൽ വെറുതെ എന്ത് ചെയ്യും, ആക്സിലേറ്റർ ചവിട്ടുന്നില്ലെങ്കിലും വെറുതെ വെക്കും. പക്ഷെങ്കിൽ അവരെ ആ ഒരു രീതി നിന്നുകൊണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെപ്രാളം തീർത്തിയും കാണാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ പ്രയാസം. അപ്പൊ ആ സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ 30 പോകാനുള്ള കാരണം എന്താ? നമുക്ക് അതിനുള്ള കൺട്രോളേ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ വളവുകളിൽ വരുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ല എങ്കിൽ പോലും, നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി, പക്ഷെ ബ്രേക്കിൽ നമ്മൾ സ്വല്പം പോലും വെച്ചില്ല, ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റിയതേ ഉള്ളൂ, എങ്കിൽ പോലും ഒരു വളവ് തിരിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന്റെ ഡബിൾ സ്പീഡായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 30 പോന്നു, നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ല, ബ്രേക്ക് ചവിട്ടിയിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിയുന്ന സമയത്ത് എന്താ സംഭവിക്കും? നമുക്ക് അത്രയും സ്പീഡില്ല. അതായത് ആ വാഹനത്തിന്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ കൈ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പൊ നമുക്കത് സ്പീഡായിട്ട് തോന്നും. അത് ഓട്ടോമാറ്റിക്കായിട്ട് 60 മൈൽ സ്പീഡാകും. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു വളവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ വളവ് നമ്മൾ ഒടിയുന്നതിന് മുമ്പ്, നമ്മൾ ഈ ഒരു റോഡിൽ നിൽക്കുമ്പോൾ നമ്മളെ തിരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ബ്രേക്കിലൊന്ന് പ്രസ് ചെയ്യുക. കാരണം വെറുതെ ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചിട്ട് കാര്യമില്ല. പ്ലേ ഉണ്ട്, ആ ബ്രേക്കിന്റെ പ്ലേ ഒന്ന് എന്ത് ചെയ്യുക, നമ്മളന്ന് ചവിട്ടി സ്ലോ ആക്കി കൊടുക്കുക. വെറുതെ നമ്മളിങ്ങനെ ബ്രേക്കിൽ ഒരു വളവ് വരുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് നമ്മൾ തിരിക്കണം എന്നൊന്നുമില്ല. നമ്മളിപ്പോ സ്ലോ നോർമൽ സ്പീഡിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 30 മൈലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്രേക്കിൽ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ പ്ലേ ഒന്ന് ചവിട്ടി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് മാറ്റിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ബ്രേക്കിൽ വെറുതെ കാല് വെച്ചോട്ട് എന്ത് ചെയ്താലും വണ്ടി നിൽക്കത്തില്ല. അത്രയും ഒന്ന് പ്ലേ ചെയ്താലേ ചെയ്തുള്ളൂ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് കൺട്രോൾ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് തിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം നമ്മൾ 30 പോകുന്ന സമയത്ത് നമുക്കറിയാം അത് നമ്മൾ ഫസ്റ്റിലോ സെക്കൻഡിലോ ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, വളവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഗിയറും വലിച്ച് വാരിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നിൽക്കാൻ പഠിക്കണം, അതിനുശേഷം നടക്കാൻ പഠിക്കുക, അതിന് ശേഷം എന്ത് ചെയ്യാവും, ഓടാൻ പഠിക്കുക. എന്ന് പറഞ്ഞതുപോലെ
നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും വളവുകളിലൂടെ ഇറങ്ങിയല്ല നമ്മൾ ആദ്യം ഡ്രൈവ് ചെയ്യാൻ പഠിക്കേണ്ടത്. നമ്മളല്ലാത്തുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമ്മുടെ വണ്ടി കൺട്രോളിൽ നിർത്തി നമുക്കൊരു വാഹനം ഓടിക്കാൻ പഠിക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്താലുള്ളൂ ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം നമ്മളത് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ വളവ് വരുന്ന നമ്മൾക്ക് അറിയാം നമ്മുടെ സൈഡ് എപ്പോഴും നമ്മൾ ഏത് വളവുകൾ കാണുന്നാലും നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് തന്നെ നമ്മളൊരു വാഹനം ഓടിക്കാൻ പഠിക്കുക. നമ്മൾ പിന്നെ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെ കൺട്രോൾ ചെയ്ത് തന്നെ അപ്പൊ ഒരു വളവുകൾ വരുന്ന നമുക്ക് കൺട്രോൾ കിട്ടാത്ത ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ ആ വളവുകൾ തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്രയും സ്ലോ ചെയ്തതിനു ശേഷം ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളത് ബാക്കി നമ്മുടെ സ്റ്റിയറിംഗ് തിരിച്ച് നമ്മുടെ കൺട്രോൾ ചെയ്തുകൊണ്ട് വണ്ടി കൊണ്ട് പോകാൻ. അല്ലാതെ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് നമുക്ക് തിരിക്കണമെന്നും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.